സംസ്ഥാനത്ത് ഇത്രയും മോശപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയും പഞ്ചായത്തും ഇല്ലെന്ന്. അതിനൊരു മാറ്റം കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു പൊതുയോഗം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് ഭരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണഗതിയിൽ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ വന്ന് പോകുന്ന, ഏറ്റവും ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു ഇടമാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം വന്നാൽ പിന്നെയും വരാൻ പറയും, അത് കഴിഞ്ഞില്ല പിന്നെയും വരാൻ പറയും. ഇങ്ങനെ ആളുകളെ വെറുപ്പിച്ച്, എന്നാൽ അത് കൈകാര്യം ചെയ്യേണ്ട പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന പാർട്ടി, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി, അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് തന്നെ അവാർഡുകൾ വാങ്ങി അതൊക്കെ ഒരു വലിയ മഹിമയുണ്ടാക്കി പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ചോറോട് പഞ്ചായത്തിനുള്ളത്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഓഫീസില്ലാതെ പ്രവർത്തിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു പഞ്ചായത്തിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് ഒരു ഓഫീസാണ്. ആ ഓഫീസിൽ പോയ ആൾക്കാർക്ക് അറിയാം. ഞാനും ഒരു ദിവസം ഓഫീസിൽ പോയി, അവിടെ മെമ്പർമാരെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരു കോണിയിൽ കൂടി അങ്ങോട്ട് കയറാൻ മെമ്പർക്ക് തന്നെ കയറാൻ പറ്റില്ല, ആ അവസ്ഥയാണ്. പല മെമ്പർമാർക്കും, കുറച്ച് തടി കൂടിയ മെമ്പർമാരാണ് കയറാൻ പറ്റില്ല. അവിടെ പ്രശ്നമാണ്, മെമ്പർ ചിരിക്കുന്നുണ്ട്. അത്രയും ശുഷ്കിച്ച ഒരു ഓഫീസ്. അവസാന ഘട്ടം തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീയും വെച്ച് ഒരു വീഡിയോ എടുത്ത് ആ വീഡിയോ പ്രചരിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് അങ്ങനെ ഒരു പൊലിമ സൃഷ്ടിക്കാൻ വേണ്ടി അവസാന ഘട്ടം പൊടിതട്ടിയെടുത്ത ഒരു സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ജൈവ മാലിന്യ സംസ്കരണ രംഗത്ത് സംസ്ഥാനം വലിയ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. നിങ്ങളുടെ ചോറോട് പഞ്ചായത്തിൻ്റെ അവസ്ഥ എന്താ? അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് കിട്ടിയ എങ്ങനെയാണെന്ന് ഞാനിപ്പം ഇവിടെ പറയുന്നില്ല. അത് സംസ്ഥാനത്ത് വളരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടെ പഞ്ചായത്ത് എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവാർഡ് തരില്ല. കാരണം ഭരിക്കുന്നത് UDF അല്ല, ഞങ്ങളെ അനുകൂലിക്കുന്ന സംവിധാനമല്ല. പക്ഷെ അങ്ങനെ എല്ലാ മേഖലയിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലും നടത്താത്ത ഒരു ഗ്രാമപഞ്ചായത്തായി ചോറോട് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാവണം. ഇതൊരു ദൃഢനിശ്ചയമാണ്. ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് റിൻഷാദിനെ പറ്റി പറയണേ. റിൻഷാദ് ഞാൻ വളരെ ചെറുപ്പത്തിൽ MSF മുതൽ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എനിക്ക് തന്നെ അറിയാം. അതുപോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലരും പരിചയമുള്ള ആൾക്കാരാണ്. ആ ഒരു യുവത്വം നയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിനൊരു മാറ്റം ഉണ്ടാവും. യുവത്വം മാത്രം വരണം എന്നല്ല പറയുന്നത്, ഭരണം മാറണം. ആ ഭരണം മാറ്റണമെങ്കിൽ അങ്ങനെ ആരും വന്ന് മാറ്റൂല. നേരത്തെ ഇപ്പം ബാബുവേട്ടൻ വളരെ കൃത്യമായിട്ട് പറയുണ്ടായി, വടകര പാർലമെന്റ് നമ്മുടെ അടുത്തുണ്ടായിരുന്നതല്ല. പല മണ്ഡലങ്ങളും നമ്മൾ പിടിച്ചെടുത്തു. ഈ ചോറോട് പഞ്ചായത്ത് നമ്മൾ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഇപ്പം കഴിഞ്ഞ ഇലക്ഷന് നമുക്കറിയാം, ഓരോ ഇലക്ഷൻ സമയത്തും ഇപ്പോൾ ഈ പെൻഷൻ വീട്ടിൽ കൊണ്ട് കൊടുത്തൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. നമുക്ക് അത്ഭുതം തോന്നും. ഈ പെൻഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ പലപ്പോഴും ഇപ്പം ആ ഒരു വീഡിയോ ഒക്കെ ഇറങ്ങുന്ന സമയത്ത് ഈ മുസ്ലിം സ്ത്രീകളെയാണ് പലപ്പോഴും ഇങ്ങനെ ആ വീഡിയോയിലേക്ക് കൊണ്ടുവരിക. എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊരു സ്നേഹമാണ്, CPM ഇല്ലാത്തൊരു സ്നേഹമാണ്. ആ പെൻഷൻ കയ്യിൽ കൊണ്ട് കൊടുക്കുമ്പോൾ ചെറിയ മോള് ചോദിക്കുകയാണ്, ഉമ്മ ഇത്രയും കിട്ടിയോ, ഇനിയും വേണ്ടേ, വീണ്ടും LDF സർക്കാർ വരണ്ടേ എന്ന് ചോദിക്കാം. കഴിഞ്ഞ 5 വർഷം, തൊട്ട് മുമ്പിലത്തെ 5 വർഷം കൊറോണ സമയത്ത് എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് ചാനൽ മുമ്പിലിരുന്ന് ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ ഭരണം പിന്നെയും കിട്ടി. കിറ്റ് കൊടുത്തപ്പോൾ ആൾക്കാർ വിചാരിച്ച് എല്ലാം കിറ്റ് തന്നെയാണ്. ഈ കിറ്റിൻ്റെ പൈസ മുഴുവനും ഈ 5 വർഷം കൊണ്ട് പിടിച്ചു. നിങ്ങളറിയോ, KSEBിൻ്റെ ബില്ല് എത്ര കറണ്ട് ബില്ല് കൂട്ടി, വെള്ളത്തിൻ്റെ കരം കൂട്ടിയില്ലേ, നിങ്ങളെ കെട്ടിട നികുതികൾ കൂട്ടിയില്ലേ, വെറും 3000 രൂപ മാത്രം കെട്ടിട ബിൽഡിംഗ് ആകുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ പൈസ 30,000 രൂപയാക്കി മാറ്റിയില്ലേ. ഇങ്ങനെ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന എന്നുള്ള നിലക്കാണ് ഈ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 4 വർഷവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ചോറോട് ഗ്രാമപഞ്ചായത്ത് ഒരു ഗ്രാമപഞ്ചായത്തായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട ഒരു കാര്യവും ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു. 5 വർഷമായിട്ട് അവസാന നിമിഷമാണ് ഒരു പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിലേക്ക് എത്തിയത്. അത് തന്നെ നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ ഭാഗമായി പോയ പഴയ പഞ്ചായത്ത് ഓഫീസ്. ഞങ്ങൾ ഈ നിയമസഭയിൽ ഇങ്ങനെ കണക്കിലെടുക്കുന്ന സമയത്ത് നമ്മുടെ ടി ഇസ്മായിൽ സാഹിബും വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കഴിഞ്ഞ ഈ നാഷണൽ ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ സർക്കാർ ഓഫീസുകളൊക്കെ ഇതുപോലെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ അക്വയർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അത്തരം സ്ഥലങ്ങളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പണം കിട്ടി, എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഞങ്ങൾ അതിൻ്റെ ഒരു കണക്കെടുത്തു. ആ കണക്കെടുത്ത സമയത്ത് നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിൽ ചോറോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ഓഫീസും കെട്ടിടവും ഉൾപ്പെടെയുള്ള സ്ഥലം NH അധികാരികൾ എടുത്തിട്ട് അതിൻ്റെ പണം വാങ്ങാത്ത ഒരേ ഒരു പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ചോറോട് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തൊക്കെ വളരെ കൃത്യമായി പൈസ തിരിച്ചു വാങ്ങി പുതിയ പഞ്ചായത്ത് ഓഫീസ് എടുക്കുന്നതിനേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു പോയപ്പോഴും ഈ ചോറോട് ഗ്രാമപഞ്ചായത്തിന് അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ട് ഈ പഞ്ചായത്ത് ഓഫീസ് എടുക്കുന്നത് ദീർഘമായി നീണ്ടുപോവുകയും ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ലഭ്യമാകാതെ പോവുകയും ചെയ്തു എന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? അതിന് മറുപടി പറയണ്ടേ? ആരാണ് ഇതിന് ഉത്തരവാദിയായ ആളുകൾ? നമ്മുടെ പഞ്ചായത്തിൽ ഒരു കൃത്യമായ ഒരു കളിസ്ഥലമില്ലാതെ കുട്ടികൾക്ക് കളിക്കാൻ പോലും മറ്റ് പഞ്ചായത്തുകളെ കേരളോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ പോലും മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ടി വന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? എന്താ ഇതൊന്നും നടക്കാതെ പോയത്? ഇതൊക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ടതല്ലേ? അത് കിട്ടിയില്ല എന്നതിൻ്റെ മറുപടി ഇവർക്ക് എന്ത് പറയാനുണ്ട് എന്നതിൻ്റെ ചോദ്യം. ഇവിടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നമ്മുടെ ചോറോട് ഡിവിഷൻ നമ്മുടെ പ്രിയപ്പെട്ട ഷഹീൻ മത്സരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പിടിക്കുമെന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവും വേണ്ട കേട്ടോ. തിരിച്ചു പിടിച്ചിരിക്കും നമ്മൾ. നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിച്ച ആളെ നേരത്തെ പറഞ്ഞു, മത്സരിച്ച് അങ്ങനെ ഒരാളുണ്ടെന്ന പോലും വിവരം പോലും പലർക്കും അറിയില്ല. ജില്ലാ പഞ്ചായത്തിലൊക്കെ എത്രമാത്രം ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളൊക്കെ നമ്മുടെ പ്രദേശത്തേക്ക് കൊണ്ടുവന്ന് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെയ്യുകയല്ലേ? അതിനുവേണ്ടിയല്ലേ നമ്മളെല്ലാം ഇവരെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയായിരിക്കുന്നതിനെ കൊണ്ട് എന്ത് കാര്യമുണ്ട് എന്നതാണ് നമ്മൾ നോക്കണം. കോഴിക്കോട് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ് വടകരയിലെ ജില്ലാ ആശുപത്രി. നേരത്തെ ബാബു സൂചിപ്പിച്ചത് വടകരയിലെ ജില്ലാ ആശുപത്രി എന്ന് പറയുന്നത് അവിടെ പേരാണ് കേട്ടോ, വലിയൊരു പേരുണ്ട്, ജില്ലാ ആശുപത്രി. പക്ഷേ ജില്ലാ ആശുപത്രിക്ക് വേണ്ട എന്ത് സംവിധാനമാണ് ഈ വടകരയിൽ ഉള്ളത് എന്നത് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായാലും ജില്ലാ പഞ്ചായത്ത് അധികാരികളും ഒന്ന് പറയണം. ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലാണ്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്ത് പ്രവർത്തനമാണ് നടത്താൻ സാധിച്ചത്? അല്ലെ ജില്ലാ പഞ്ചായത്ത് അതിനു വേണ്ടിയിട്ട് അത് മാറ്റം കൊണ്ടുവരാൻ എന്ത് ചെയ്തു എന്നതിൻ്റെ ഉത്തരം സാധാരണഗതിയിൽ നമ്മളെല്ലാം ആശ്രയിക്കുന്ന ഒരു വടകരയിലെ ഒരു സാധാരണ ജനങ്ങൾ ആശുപത്രി, സർക്കാർ ആശുപത്രി. ആ സർക്കാർ ആശുപത്രി ഇപ്പോഴും താലൂക്ക് ആശുപത്രിയായി നിലനിൽക്കുകയാണ്. ജില്ലാ ആശുപത്രി എന്ന് പേര് മാത്രം മാറ്റിയെന്നല്ലാതെ മറ്റൊരു മാറ്റവും അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചില്ല. ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ അവിടെ നിയമിക്കാൻ സാധിച്ചില്ല. കാർഡിയോളജിസ്റ്റോ നെഫ്രോളജിസ്റ്റോ ഒരു ഡോക്ടർമാരും അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം വടകരയ്ക്കുണ്ടായതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നിവർ പറയണം. എങ്ങനെയാണ് ഈ സാധാരണ മനുഷ്യർക്ക് ഈ നാട്ടിൽ ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു അവസ്ഥ സംജാതമാവുക? അങ്ങനെ ജില്ലാ പഞ്ചായത്തിന് ചെയ്യേണ്ട യാതൊരു കാര്യങ്ങളും ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കത് മാറ്റിയെടുക്കണം. നമ്മുടെ പ്രിയപ്പെട്ട MP വന്നു ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട MPയെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നീട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ നിരവധിയായ കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഏതായാലും നമുക്ക് നമ്മുടെ MLA എന്ന നിലയ്ക്ക് ഈ പഞ്ചായത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് എത്തിക്കാൻ സാധിച്ചു എന്നൊരു സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്നുകൂടി നിങ്ങൾ പറയണം. പോയിട്ട് ചോദിക്കും, നിങ്ങളുടെ MLA എന്ത് ചെയ്തു ഈ പഞ്ചായത്തിലേക്ക്? ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. MP എന്ത് ചെയ്തു എന്നൊക്കെ ചോദ്യങ്ങൾ പലയിടത്തും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ വളരെ കൃത്യമായിട്ട് നമുക്ക് നിരവധി കാര്യങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും.
ഇത്ര വൈകിട്ടും നിങ്ങളെല്ലാവരെയും ഒരുമിച്ചിങ്ങനെ ഈ സംഗമത്തിൽ കാണുമ്പോൾ ചോറോടിനെ സംബന്ധിച്ചുള്ള ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയും അത് ഈ നാട്ടിലെ ജനതക്ക് വർദ്ധിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ടി കെസ്മേൽക്ക് അടക്കമുള്ള ആൾക്കാർ ഇനി പ്രസംഗിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിനി ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്കും ഇനി ചെന്നിട്ടും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരെയും ഒന്ന് കാണുക, നമ്മുടെ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഒരു ഹാരാർപ്പണം നടത്തുക, ഒരു വിജയാശംസ നേരുക, ഒരു ഫോട്ടോ എടുക്കുക, കൂടെ നിൽക്കുക എന്നുള്ളതൊക്കെയാണ് ഇപ്പം ഈ വൈകുന്നേരത്തെ വൈകിയ അജണ്ടയിൽ അത് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ എന്നോട് നജ്മലൊക്കെ പറഞ്ഞു ഫ്ലെക്സോ എന്തോ ബോർഡോ സാധനങ്ങൾ, അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഫോക്കസ് ജനങ്ങൾക്കിടയിൽ പറയേണ്ടത് പറയുക, ചോദിക്കേണ്ടത് ചോദിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക. ജനം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിനൊരു സംശയവും വേണ്ട. ഇനി ഈ പാർട്ടിപരമായ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാം. അതിന് മുമ്പ് MLA ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ നാടിനെ സംബന്ധിച്ച്, ഈ നാടിൻ്റെ വികസന കാര്യങ്ങളെ സംബന്ധിച്ച്, പഞ്ചായത്തിനെ സംബന്ധിച്ച്, പഞ്ചായത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടുമ്പോൾ നമുക്ക് അനുകൂലമായ വിധിയെഴുത്ത് ജനങ്ങളിൽ നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നും വേണ്ട. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ഈ നാട്ടിൽ വീണ്ടും അധികാരത്തിൽ വരണം എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. UDFും RMPയും തമ്മിലുള്ള സഖ്യം അത് മുന്നോട്ട് പോകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഷോളിടാൻ പോകുന്നത് ഈ കസേരയിലിരിക്കുന്ന ആളുകൾക്കാണ്, സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നത് ഈ കസേരയിലിരിക്കുന്ന ആളുകളെയാണ്. പക്ഷെ ഞാൻ ഉറച്ചു പറയുന്നു, എല്ലാ യോഗങ്ങളിലും ഞാൻ പറയും, അവരാരുമല്ല സ്ഥാനാർത്ഥികൾ. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാവരുമാണ് സ്ഥാനാർത്ഥികൾ. നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് അതിന് നിങ്ങൾ കൈയടിക്കേണ്ട, അവർ കൈയടിക്കട്ടെ. നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഒരുറച്ച തീരുമാനമായി, അവർ മാത്രം പോരാ, നിങ്ങളാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഒരുറച്ച തീരുമാനമായി തന്നെ എടുക്കണം. നമ്മളെ ഓരോരുത്തരുടെയും കാര്യം തന്നെയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം തന്നെയാണ്. ഒരാൾക്കും ഇതൊന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ലേ, ഞങ്ങൾ ആ കുടുംബസംഗമത്തിൽ പങ്കെടുത്തില്ലേ, ഞങ്ങൾ ആ യോഗത്തിൽ പങ്കെടുത്തില്ലേ, ഞങ്ങൾ വോട്ട് ചെയ്യുമല്ലോ എന്നുള്ളത് മാത്രം പോരാ. നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടവരോട് ചുറ്റുവട്ടത്ത്, പരിചയക്കാരിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, സൗഹൃദ വലയങ്ങളിൽ, പിന്നെ കടയിൽ പരിചയമുള്ളിടത്ത്, ബസ്സിൽ, ഓട്ടോയിൽ, എവിടെയാണോ പരിചയം, ആ പരിചയമുള്ളിടത്ത് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഓരോ വാക്ക് ചോദിക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണമെന്നുള്ള അഭ്യർത്ഥനയാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വെക്കാനുള്ളത്. പിന്നെ ഒരു സന്തോഷ വാർത്ത കൂടി ഉള്ളത്, ഞാൻ കഴിഞ്ഞ ദിവസം ഏറാമല പോയപ്പോഴും പറഞ്ഞു, ജില്ലാ പഞ്ചായത്തിൻ്റെ സാരഥിയായിട്ട്, സ്ഥാനാർത്ഥിയായിട്ട് നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട്ടെ ജില്ലാ കമ്മിറ്റിയുടെ ഊർജ്ജസ്വലനായ പ്രസിഡന്റ് പ്രിയപ്പെട്ട R. ഷഹീനാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഞാൻ ആ യോഗത്തിലും പറഞ്ഞൊരു കാര്യം ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി തുടങ്ങിയ KSU പ്രവർത്തനായി തുടങ്ങിയ ഒരാളാണ് ഞാൻ. അവിടുന്ന് KSU ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി, ജില്ലാ KSU കമ്മിറ്റിയുടെ പ്രസിഡന്റായി, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി. ആ സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി തുടങ്ങിയ സമയത്താണ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ, കോഴിക്കോട്ടും മലപ്പുറത്തും വയനാടും ഒക്കെ ചാർജ് വഹിച്ച് ഓരോ ദിവസങ്ങൾ ഓരോ പരിപാടികൾക്കൊക്കെ വരാൻ തുടങ്ങിയത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങി. അന്ന് തൊട്ട് ഞാൻ കാണുന്നൊരു മുഖമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ. അന്ന് തൊട്ട് ഇന്നേ വരെ സ്വന്തമായ ഒരു കാര്യത്തിലും ഒരു ഡിമാൻഡും വെക്കാതെ സംഘടനയും മുന്നണിയും പ്രസ്ഥാനവും പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അക്ഷീണം യത്നിക്കുന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ സംസ്ഥാന KSU കമ്മിറ്റിയുടെ പ്രസിഡന്റായി, ആ പ്രസിഡന്റായ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി, ആ പ്രസിഡന്റായ കമ്മിറ്റിയിലേക്ക് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആള് അന്ന് ഷഹീനായിരുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായി, അന്ന് കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഈ ഷഹീനായിരുന്നു. ഇപ്പോൾ അവിചാരിതമായി വടകരയിലെ MP ആവാൻ ഒരു അവസരം നിങ്ങൾ തന്നു. അതേ വടകരയിലേക്ക്, ചോറോഡിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ സാരഥിയാവാൻ ഇപ്പോ ഷഹീൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. അദ്ദേഹത്തെ ഏറ്റെടുക്കണമെന്ന പ്രിയപ്പെട്ടവരോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു കമ്മിറ്റ്മെന്റും കൂടിയുണ്ട്, ഒരു കടപ്പാട് കൂടിയുണ്ട്. ഞാൻ KSU പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അതിൻ്റെ സംസ്ഥാന സമ്മേളനം എവിടെ വെച്ച് നടത്തണം, എൻ്റെ ജില്ലയായ പാലക്കാട് വേണോ അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വേണോ, അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. അവസാനം അത് കോഴിക്കോട്ട് നടത്താൻ തീരുമാനിച്ചു. ആ കോഴിക്കോട് നടത്താൻ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി അന്ന് അക്ഷീണം യത്നിച്ച് രാവും പകലുമില്ലാതെ അധ്വാനിച്ച് സമ്മേളനത്തിൻ്റെ 2 ദിവസം മുമ്പ് കൊടി കെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ CPMൻ്റെയും SFIയുടെയും
ഈ പറയുന്ന അക്രമവാസനകൾ മാത്രം കൈമുതലായിട്ടുള്ള ആളുകൾ ഒരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ അതിക്രൂര മർദ്ദനത്തിനിരയാക്കി കയ്യിൽ എല്ല് അടിച്ച് പൊട്ടിച്ച് അവർ ബേബിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അന്ന് സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വന്നു. പ്ലേറ്റ് ഉൾപ്പെടെ കൈയിടേണ്ടി വന്ന തരത്തിലുള്ള ഗുരുതരമായി പരിക്കേൽക്കേണ്ടി വന്നൊരു സാഹചര്യം പ്രിയപ്പെട്ട ഷെഹിനുണ്ടായി. അന്ന് സംസ്ഥാന സമ്മേളനത്തിൻ്റെ എല്ലാ ജോലിയും എടുത്തിട്ട് ആ സമ്മേളനം കടപ്പുറത്ത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ വന്നപ്പോൾ ആ വേദിയിൽ അന്ന് സ്വാഗതം പറയേണ്ടിയിരുന്നത് ഷെഹിനായിരുന്നു. പക്ഷേ ഈ ക്രൂര മർദ്ദനത്തിനിരയായിട്ട് ഷെഹിൻ അന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആശുപത്രിയിൽ നിന്നാണ് അന്നത്തെ കോഴിക്കോട്ടെ സമ്മേളനത്തിൻ്റെ പ്രസംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെഹിൻ കേട്ടത്. അപ്പോൾ നമ്മുടെ മുന്നണിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം നടത്തിയിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ നിങ്ങളൊരു അവസരം ഏൽപ്പിച്ചാൽ ഉറപ്പിച്ച് ഞാൻ പറയും അത് ഞങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസമായിരിക്കും. MP-ക്കും MLA-ക്കും ഒക്കെ താഴെത്തട്ടിലെ പഞ്ചായത്തിലെ മെമ്പർമാരെ സഹായിക്കാനും അതുപോലെ തന്നെ മെമ്പർമാരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇതൊക്കെ ചില പാർട്ടി തീരുമാനിക്കുന്നിടത്ത് മാത്രം എഴുതി കൊടുക്കുന്നതിന് പകരം ജനങ്ങൾ അറിയിക്കുന്നിടത്ത് അത് എഴുതി കൊടുക്കാൻ ഷെഹിനെ പോലൊരാൾ ജയിച്ചു വന്നാൽ സാധ്യമാകും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട ഷെഹിനെ നിങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കാനുള്ള കഠിനാധ്വാനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒട്ടേറെ സ്ഥാനാർത്ഥികളുണ്ട്. പിന്നെ പ്രിയപ്പെട്ട നിജിൻ മാഷ് യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡൻ്റാണ്. വടകരയിൽ വന്ന് ഇറങ്ങിയ സമയം തൊട്ട് ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ, സംഘടനാ പ്രവർത്തനങ്ങളുടെ, MP എന്ന നിലക്കുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കരുത്ത് പകർന്നു നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെയും മുന്നണിയുടെയും ഭാവിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. നിജിൻ മാഷിൻ്റെ കാര്യവും നിങ്ങൾ പ്രത്യേകം നോക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്നോട് അവിടെ വണ്ടി തടുത്തിട്ട് പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഉപ്പാൻ്റെ അനിയൻ്റെ വീടാണെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ വളവിൻ്റെ അവിടെ നിന്നപ്പം അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് സ്ഥാനാർത്ഥിയുടെ? ഞങ്ങളുടെ റിൻഷാദ് സ്ഥാനാർത്ഥിയുടെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വാർഡിൽ ഏണി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട റിൻഷാദ് ഊർജ്ജസ്വലതയുടെ ഒരു പ്രതീകമായി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി, നമ്മുടെ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക. ബാക്കി സ്ഥാനാർത്ഥികളെയൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, പേര് പറഞ്ഞ് അവരെയൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാൻ അനേകം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നിങ്ങളോട് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ MLA പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ബോർഡ് സാധനമൊക്കെ വെച്ചു എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഒരു കാര്യം ജനങ്ങളോട് പറയേണ്ടതുണ്ട്, ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യവും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്ന് പിന്നെ ആയഞ്ചേരിയിൽ വെച്ച് ഞാൻ ആയഞ്ചേരിയിൽ ഒരു പരിപാടിക്ക് പോയപ്പം പിന്നെ KP അതിൻ്റെ അപ്പുറത്തൊരു അമ്പലമുണ്ട് സഹിച്ചേട്ട. ആ അമ്പലത്തിൽ അവിടെ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരുക്കങ്ങൾ, അവിടെ സ്വാമിമാർ മലയ്ക്ക് പോകാൻ വേണ്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ കുറേ സ്വാമിമാരുണ്ട്, മാലയിട്ട ഒരുപാട് ആളുകൾ. 3 മണിയായിട്ട് അവിടുത്തെ അന്നദാനം കഴിഞ്ഞിട്ടില്ല. ആ അന്നദാനം കഴിയാതെ അത് അങ്ങനെ അവിടെ നിൽക്കുന്നു. അത്രയും ആളുകൾ അവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ കടന്നു ചെന്നപ്പം കുറേ ആളുകൾ വന്ന് പരിചയപ്പെട്ടു. കുറേ കുഞ്ഞു മാളികപ്പുറങ്ങൾ, ചെറിയ കുഞ്ഞു മക്കൾ, പെൺകുട്ടികൾ, അവർ കറുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് പോകാൻ വേണ്ടി റെഡിയായി. ആരെ കൂടെ പോകുന്നു വെച്ചപ്പോൾ ഷുഹൈബ് അച്ഛൻ്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ, പിന്നെ വയസ്സായ മുത്തശ്ശിയുടെ കൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ അടുത്ത് വന്ന് സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരൻ വന്ന് അയാളോട് ഞാൻ ചോദിച്ചു വെറുതെ എന്നാ പോകണമെന്ന് വെച്ചപ്പോൾ അയാൾ പറഞ്ഞ് പിന്നെ 29-ാം തീയതി ഡിസംബർ 29-നാണ് പോകണമെന്നുണ്ട് ആകൃഷ്ണേട്ടാ. ഡിസംബർ 29-നാണ് ആ ചെറുപ്പക്കാരൻ പോകുന്നെങ്കിൽ ഉറപ്പായിട്ടും അയാൾ 41 ദിവസത്തെ വ്രതം എടുക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇത് നവംബർ മാസമാണ്. ഇപ്പോൾ നവംബർ മാസത്തിൻ്റെ അവസാനം നാളെ 1-ാം തീയതിയിലേക്ക് കിടക്കുക. അപ്പം 41 ദിവസത്തെ വ്രതമെടുത്തിട്ടായിരിക്കും ആ ചെറുപ്പക്കാരൻ പോകുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, അത്രയും ആളുകൾ അത്രയും പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമായി, ദൈവീകമായിട്ടുള്ളൊരു സ്ഥലമായി, അത്രയും പ്രധാനപ്പെട്ട ഒരു ഇടമായി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ശബരിമല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തർ വന്നു ചേരുന്ന ഒരിടം, അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ പറയാൻ, കൈതൊഴുത് പ്രാർത്ഥിക്കാൻ, നിറകണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ അവർ കാത്തു നിൽക്കുന്ന ശബരിമല. ആ ശബരിമലയിൽ അവരെല്ലാവരും കൂടെ, ഈ പറയുന്ന ജനങ്ങളെല്ലാവരും, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതിൽ ഒരാളുടെ പോലും മനസ്സിൽ മറ്റൊരു ചിന്ത ശബരിമലക്കകത്തുണ്ടാവില്ല, അവിടെ നിൽക്കുന്നവൻ്റെ മനസ്സിലുണ്ടാവില്ല. ആ ശബരിമല അത്രയും ദൈവീകമായിട്ടുള്ളൊരു സ്ഥലത്ത്, അത്രയും വലിയൊരു ആരാധനാലയത്തിൽ, അത്രയും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയത്തിൽ, നിങ്ങൾ ഓർക്കണം, ശബരിമലയിലേക്ക് വരുന്ന വരുമാനത്തിൻ്റെ ഒരു നയാ പൈസയും മറ്റൊരു കാര്യത്തിനും സർക്കാർ സംവിധാനങ്ങൾ ചെലവഴിക്കുന്നില്ല. അതുകൊണ്ട് സർക്കാർ ഓഫീസിലേക്ക് കാറ് വാങ്ങില്ല, അതുകൊണ്ട് സർക്കാർ ഓഫീസിൽ ഒരു AC വെക്കില്ല, അതുകൊണ്ട് ഒരു സർക്കാർ ഓഫീസിന് മറ്റൊരു നില കെട്ടില്ല, അതുകൊണ്ടൊരു പൊതുകാര്യം ചെയ്യണ്ട എന്നുള്ള തീരുമാനത്തിന്റെ കാരണം അതാണ്.
അതവിടെ നിക്ഷേപിക്കുന്ന ഏതൊരു ഭക്തനും, അതെത്ര ചെറിയ തുകയാണെങ്കിലും, അതെത്ര സാധാരണക്കാരൻ്റെതാണെങ്കിലും, അവനൊരു ഉദ്ദേശത്തോടെ ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന തുകയാണ്. ആ തുക അവരുടെ ഉദ്ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തന്നെ ചെലവഴിക്കണമെന്ന് ഇവിടുത്തെ ഗവൺമെന്റുകൾക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ആ പൈസ അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട്, ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട്, നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത തരത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ പോലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കിയിരിപ്പ്, ഒരു കരുതൽ അവിടെ ചിലപ്പോൾ നീക്കി വെച്ചിട്ട് പോരും. എത്ര ചെറുതാണെങ്കിലും നിത്യപൂജ മുടങ്ങാതെ നടക്കണമെങ്കിൽ ഇങ്ങനെ ഗവൺമെന്റിന്റെ ദേവസ്വം സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നു പോകുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. എല്ലാ അമ്പലങ്ങളിലും ലക്ഷങ്ങളുടെ വരുമാനമോ കോടികളുടെ വരുമാനമോ ഇല്ല. ആ വരുമാനമില്ലാത്ത അമ്പലങ്ങളുടെ നിലനിൽപ്പിനൊക്കെ ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് അമ്പലങ്ങൾ ലഭിക്കുന്ന പണം ഇതുപോലെ അനേകം ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലും പൊതുവായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി പോലും ഉപയോഗിക്കരുതെന്ന് തീരുമാനിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ്. അയ്യന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ടതാണ് ശബരിമലയിൽ. സ്വാമി അയ്യപ്പന് സമർപ്പിക്കുന്നതാണ് ശബരിമലയിൽ വരുന്ന 1 രൂപയുടെ വരുമാനമെങ്കിലും. അങ്ങനെ ദൈവികമായി വരുന്ന ഒരു വരുമാനം, ആ വരുമാനത്തിന്റെ ഭാഗമായി അവിടെ നടക്കുന്ന പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായി സ്വർണം പൂശിയതിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റാൻ മടിക്കാത്തവർ ഞങ്ങളെ ധാർമ്മികത പഠിപ്പിക്കരുത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ CPM-നോട് പറയുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരാ നമുക്ക് ക്ലാസ് എടുക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സാധാരണപ്പെട്ട ഒരു കള്ളം പോലും ശബരിമലയിൽ പോയി കക്കുമ്പോൾ അവന് പോലും ഒരു മടി ഉണ്ടാവില്ലേ ഇസ്മായിൽ പ്രമോക്കിന്? അവിടെ പോയി കക്കാൻ അവന് പോലും ഒരു മടി ഉണ്ടാവില്ലേ? അങ്ങനെയുള്ള സ്ഥലത്താണ് ഒരു ഗവൺമെന്റ് സംവിധാനം ഇങ്ങനെ ഇറങ്ങി ഒരുങ്ങി നിന്ന് അതിൽ നിന്ന് പരമാവധി തുക അടിച്ചു മാറ്റാൻ അയ്യന്റെ ദ്വാരപാലകരുടെ മേൽ പൂശിയ സ്വർണം, അവിടുത്തെ പാളികളിൽ പൂശിയ സ്വർണം അത് അടിച്ചു മാറ്റുക. 4 കിലോ സ്വർണം അടിച്ചു മാറ്റുന്ന, ഉള്ളിയല്ല തക്കാളിയല്ല, 4 കിലോ സ്വർണം, കോടിക്കണക്കിന് രൂപയുടെ സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റിയത് ആരാ? ഒരു പോറ്റി മാത്രമാണോ? ഒരു മുരാരി ബാബു മാത്രമാണോ? ഒരു എൻവാസു മാത്രമാണോ? നിങ്ങൾ പരിശോധിച്ചോ? ഇപ്പൊ അടിച്ചു മാറ്റിയതിന്റെ പേരിൽ SIT തുറങ്കലിൽ അടച്ചിരിക്കുന്നത് ആരെയാ SIT തുറങ്കലിൽ അടച്ചിരിക്കുന്നത്? ഈ നാട്ടിൽ DYFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ 26-ാമത്തെ വയസ്സിൽ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, 36-ാമത്തെ വയസ്സിൽ കോന്നിയുടെ MLA ആയിരുന്ന ഒരാൾ, പാർട്ടി എഴുതി കൊടുത്തതിന്റെ പേരിൽ ഗവൺമെന്റ് തീരുമാനിച്ച് ദേവസ്വത്തിന്റെ പ്രസിഡന്റായി മാറിയ ഒരാൾ ഇപ്പോഴും ഈ നിമിഷവും, ഞാനിവിടെ ഫ്ലെക്സ് ബോർഡ് വെച്ചവരോടും പറയുന്നു, ഈ നിമിഷവും CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ പത്മകുമാരനെയാണ് അയ്യന്റെ സ്വർണം കട്ടതിന് കോടതിയുടെ മേൽനോട്ടത്തിൽ SIT ഇപ്പോ അടച്ച് തുറങ്കലിലിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ജയിലിലിട്ടിട്ടുള്ളത്. എന്തേ CPIM ഒരു നടപടി എടുക്കാത്തത്? എന്തേ പാർട്ടി ഒരു നടപടി എടുക്കാത്തത്? ഇത്ര ഗുരുതരമായ ഒരു മോഷണം, ഒരു കളവ്, കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവില്ലാത്ത ഒരു അഴിമതി ശബരിമല കേന്ദ്രീകരിച്ച് നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലടക്കപ്പെട്ടയാൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി തുടരുമ്പോ ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിയാതെ പോകുന്നവർ, അതിന് നമുക്ക് ധാർമ്മികതക്ക് ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മെസ്സേജ് ഭരണത്തിലിരിക്കുന്നവർക്ക് കിട്ടണം. അവർക്ക് കിട്ടേണ്ട മെസ്സേജ് മറ്റൊന്നുമല്ല. അവർക്ക് കിട്ടേണ്ട മെസ്സേജ്, നിങ്ങൾ കൃത്യമായി ജനം കൊടുക്കേണ്ട മെസ്സേജ്, ദേവസ്വം ബോർഡ് അയ്യന്റെ സ്വർണം കാക്കാനാണ്, കക്കാനല്ല എന്നുള്ളത് അവര് തിരിച്ചറിയുന്ന ഒരു സന്ദേശം അത് അവരിലേക്ക് എത്തണം. നിങ്ങൾ ആലോചിച്ചോ, അത് അവരിലേക്ക് എത്തണം. പ്രിയപ്പെട്ടവർ, അവരുടെ പാർട്ടിക്കാർ, ഇനിയിപ്പം ഞാൻ ഇവിടെ ബോർഡ് കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഉള്ളിൻ്റെ ഉള്ളിൽ CPM-നകത്ത് പോലും ഈ ഗവൺമെന്റിന്റെ ധിക്കാരത്തിന് ഒരു മറുപടി കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ ആശയപരമായും കുറെ കാര്യങ്ങൾ അവർക്കുണ്ട് പ്രതികരിക്കേണ്ടത്, കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പതാ ലേബർ കോഡ് വന്നു. അവസാനം ലേബർ കോഡ് വന്നപ്പോൾ അതിന് തൊഴിലാളി വിരുദ്ധമെന്ന് CITU, തൊഴിലാളി വിരുദ്ധമെന്ന് AITUC, തൊഴിലാളി വിരുദ്ധമെന്ന് INTUC, രാജ്യമെമ്പാടും അതിന് തൊഴിലാളി വിരുദ്ധമെന്ന് പറഞ്ഞ് സമരം നടക്കുക. നജ്മലെ, രാജ്യമെമ്പാടും ആ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ
ഇവിടെ CITUവിന്റെ പാർട്ടി കേരളം ഭരിക്കുമ്പോൾ മോഡിയുടെ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ അവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ തയ്യാറാക്കി കാത്തിരിക്കുന്ന സംസ്ഥാനമായി BJPക്ക് വേണ്ടപ്പെട്ടത് മുൻകൂട്ടി തയ്യാറെടുത്ത് കാത്തു നിൽക്കുന്നവരുടെ സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയത് താൻ പോലും അറിഞ്ഞിട്ടില്ലെന്ന് പേരാമ്പ്രയുടെ MLA LDFന്റെ കൺവീനർ TP രാമകൃഷ്ണൻ പോലും പറയാൻ. അങ്ങനെ ഒരു ലേബർ കോഡ് ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ പിന്നെ ആർക്ക് വേണ്ടിയാണ് അയാൾ പോലും അറിയാത്ത ഈ ലേബർ കോഡ് ഇവരുണ്ടാക്കി വെച്ചത്? തൊഴിലാളികളുടെ താല്പര്യത്തിന് വിരുദ്ധമാണെന്ന് CPMന്റെ കേന്ദ്ര നേതൃത്വം പറയുന്ന, CITU ഇന്ത്യ ഒട്ടാകെ പറയുന്ന ആ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തു നിൽക്കുന്നവരുടെ സംസ്ഥാനമായി കേരളത്തെ BJPക്ക് വേണ്ടപ്പെട്ടവരുടെ പട്ടികയിലേക്ക്, RSSന് വേണ്ടപ്പെട്ടവരുടെ പട്ടികയിലേക്ക് ഈ സംസ്ഥാനത്തെ എടുത്തുയർത്തി വെച്ചതിന്റെ പിന്നിലെ അജണ്ട എന്താണ്? ക്യാബിനറ്റിനകത്ത് 4 മന്ത്രിമാർ ക്യാബിനറ്റിനകത്ത് ഈ പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ PM-ശ്രീ ഫണ്ട്, PM-ശ്രീയുമായി ബന്ധപ്പെട്ട ഫണ്ട് അത് ഒപ്പിടണമെങ്കിൽ ക്യാബിനറ്റിനകത്ത് ചർച്ച ചെയ്യണമെന്ന് CPM പറയുമ്പോൾ ആദ്യം മുന്നണി ചർച്ച ചെയ്യട്ടെ എന്ന് പറയുന്ന CPMയുടെ 4 മന്ത്രിമാർ അവരിരിക്കുന്ന ക്യാബിനറ്റ് 22-ാം തീയതി കൂടുമ്പോ PM-ശ്രീ മുന്നണി ചർച്ചയ്ക്ക് ശേഷമെന്ന് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നില്ല അത് 16-ാം തീയതി ഒപ്പിട്ട് കഴിഞ്ഞുവെന്ന്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നില്ല അത് 16-ാം തീയതി ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ ഈ ക്യാബിനറ്റിലെ 4 മന്ത്രിമാരറിയാതെ BJPയുടെ RSSന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ആയുധമെന്ന് നിങ്ങൾ വിളിച്ച PM-ശ്രീ രാത്രിക്ക് രാത്രി ഒപ്പിട്ട് കൊടുത്തത് എന്ത് അജണ്ടയുടെ പേരിലാണ്? ഇടത് മുന്നണിക്കകത്ത് പറയാൻ ഉത്തരങ്ങളുണ്ടോ? ബിനോയ് വിശ്വത്തിന് താല്പര്യമില്ലാത്ത, D രാജക്ക് താല്പര്യമില്ലാത്ത, A രാജക്ക് താല്പര്യമില്ലാത്ത, MA ബേബിക്ക് താല്പര്യമില്ലാത്ത, ഇടത് മന്ത്രിസഭയിലെ ചുരുങ്ങിയത് 4 അംഗങ്ങൾക്കെങ്കിലും താല്പര്യമില്ലാത്ത, ബാക്കി ഘടകകക്ഷിയിലെ മന്ത്രിമാർ അറിഞ്ഞിട്ട് പോലുമില്ലാത്ത ഒരു കരാർ മോഡിയെ കണ്ടതിന്റെ 5-ാം പക്കം, ഷായെ കണ്ടതിന്റെ 5-ാം പക്കം രാത്രി കേരളത്തിന്റെ ഉദ്യോഗസ്ഥർ ഒപ്പിട്ട് കൊടുത്തതിന്റെ കാരണം അതെന്താണെന്ന് വിശദീകരിക്കാൻ ഒരു സാധാരണ CPM-കാരന് ഈ നാട്ടിൽ കഴിയൂ? ഇപ്പൊ കേവലം ഫണ്ടല്ല പ്രശ്നം, ഭരണത്തിന്റെ തുടർച്ച വേറൊരു തരത്തിലുള്ള നെക്സസിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. RSSും BJPയുമായുള്ള ബന്ധത്തിലേക്ക്, അടുപ്പത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. അത് സാധാരണ CPM-കാരനും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിൽ മാറുന്നു. മാഹി ഇരട്ടക്കൊലക്കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു ചേച്ചി. ഉണിയൻ പ്രേമൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടുന്നു. BJPക്കാരും CPM-കാരും പരസ്പരം കൊല്ലാൻ ആഹ്വാനം ചെയ്ത് കൊലപ്പെടുത്തിയ ആ രക്തസാക്ഷി കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരോടെ കഴിയുമ്പോ അവരെ കൊന്നവരെ പ്രോസിക്യൂഷന്റെ വാദം ദുർബലമാണെന്ന പേരിൽ വെറുതെ വിടുകയാണ് വക്കീലെ. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ദുർബലമാണെന്നുള്ളതിന്റെ പേരിൽ പ്രോസിക്യൂഷന്റെ മുമ്പിലെ വാദങ്ങൾക്ക് കരുത്ത് പകരേണ്ട പാർട്ടി സാക്ഷികളുടെ മൊഴികൾ അത് ദുർബലമായി പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പാർട്ടി പരസ്പരം പറഞ്ഞിട്ട് കൊലപ്പെടുത്താൻ തീരുമാനിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷി കുടുംബങ്ങൾ കണ്ണീരോടെ കഴിയുമ്പോൾ 2 പാർട്ടിയുടെയും നേതാക്കന്മാർ മുകൾ തട്ടിൽ പ്രതികളെ വെറുതെ വിടാനുള്ള ധാരണയിലേക്ക് കടന്നുപോയതാണോ എന്നവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന സംശയത്തിന് ഉത്തരം പറയാൻ, അവരുടെ പ്രവർത്തകർക്ക് തൃപ്തിപരമായ ഉത്തരം പറയാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഒരു വനിത ഇവിടെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു. എന്തിനാ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും TP ചന്ദ്രശേഖരനെ പറ്റി പ്രസംഗിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചവരോട് നമ്മൾ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. TP ചന്ദ്രശേഖരനെ പറ്റി ഞങ്ങൾ പ്രസംഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ കൊലപാതകികളുടെ രക്ഷാകർത്താക്കളായി കേരളത്തിലെ CPM-ഉം ഗവൺമെന്റും നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്കെതിരെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയല്ല, ഞങ്ങൾക്ക് അത് എക്കാലത്തേക്കുമുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം തന്നെയാണ്. ആ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ എന്ന് പറയുന്നത്. ഇപ്പതാ സുപ്രീം കോടതി പോകേണ്ടി വന്നില്ലേ ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കരുതെന്ന് പറയാൻ? സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു. എന്താ സർക്കാരിന് ഇത്ര വെമ്പൽ? ഒരു മനുഷ്യനെ 51 തവണ വെട്ടി കീറി മുറിച്ചവർക്ക് ജാമ്യം കിട്ടാൻ കേരളത്തിലെ ഗവൺമെന്റിന് എന്താ ഇത്ര വെമ്പൽ? കൊടിസുനി ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾ ജയിലിൽ നിന്ന് പുറത്തു വിടാവോ എന്ന് ചോദിച്ച് ആ ഫയലിന് വീണ്ടും ജീവൻ വെച്ചില്ല ചേച്ചി ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്ത്. എന്താ ഗവൺമെന്റിന് ഇത്ര വെമ്പൽ? ഞാൻ പറയുന്നു,
അധികാരത്തിന്റെ തുടർച്ചയിൽ അഹങ്കാരം തലയിലടിച്ച് സമരങ്ങളെയും സാധാരണക്കാരെയും ഒക്കെ മറന്ന് എതിരാളികളെ ഇല്ലായ്മ ചെയ്യാനുള്ള രാഷ്ട്രീയത്തിൽ പൂർണ്ണമായും മുഴുകുമ്പോൾ ലെഫ്റ്റ് ഐഡിയോളജി പോലും പാടെ ഉപേക്ഷിച്ച് BJPയുടെയും RSSന്റെയും അജണ്ടക്ക്, നിങ്ങൾ അറിയണം, ED ഇന്നും രാഹുൽ ഗാന്ധിയുടെ നേരെയാണ്. 52 മണിക്കൂറാണ് 5 ദിവസം കൊണ്ട് രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തത്. സോണിയാഗാന്ധിയെ പോലും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അവരെ രോഗബാധിതയാണെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചാൽ അതിന്റെ കാമാന്നൊരു വിവരം പുറത്ത് കൊടുക്കാതിരിക്കാൻ, ജാഗ്രതയോടൊരു വാർത്ത പോലും വരുത്താതിരിക്കാൻ BJPയും RSSും മീഡിയയൊക്കെ കാണിച്ചൊരു ഒരു താല്പര്യമുണ്ടല്ലോ. കേസുകൾ മാറ്റിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളല്ല താല്പര്യം. അതൊക്കെ സാധാരണ ഇവിടെ പാർട്ടിക്ക് വേണ്ടി കൊടികെട്ടുന്ന, പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി വോട്ട് ചേർത്തുന്ന, ചോദിക്കുന്ന, ചെയ്യുന്ന, പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി അക്ഷീണം യത്നിക്കുന്ന ഈ പ്രദേശത്തെയും സാധാരണ CPMകാരന്റെ ഉള്ളിലും ഈ നയപരമായ വ്യതിയാനത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ വോട്ടും ഇത്തവണ UDF RMP മുന്നണിക്കായിരിക്കട്ടെ എന്നുള്ളതാണ് ഈ വർത്തമാനകാല രാഷ്ട്രീയം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവർ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തമായി ഈ കാര്യങ്ങളെ കാണണം. അത് കണ്ട് ഈ കാര്യങ്ങൾ, ഈ പോരാട്ടത്തിൽ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഇല്ലാത്ത വിധമുള്ള ഒരു മുന്നേറ്റം നമുക്ക് സാധ്യമാക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട പോരാളികൾക്ക്, പ്രിയപ്പെട്ട സാരഥികൾക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. നിങ്ങൾ തനിച്ചല്ല, ഈ പോരാട്ടത്തിൽ ഈ ജനത തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്. വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുമതിയോടെ ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ വള്ളിക്കാട് ഡിവിഷൻ പ്രിയപ്പെട്ട വിധി തേടുന്നു. പതിനൊന്നാം വാർഡ് രാജേഷ് ഓറോഡ് കൈപ്പത്തി അടയാളത്തിൽ സമ്മതിദാനാവകാശം നിർവഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട രാജേഷ് ഓറോഡ്. 12ാം വാർഡ്